ശിവദാസൻ ജയിലിടിഞ്ഞാൽ പോലും പുറത്തേക്ക് വരരുതെന്നാണ് ഭദ്രന്റെ ആഗ്രഹം. അവൻ അതിനുള്ളിൽ കിടന്ന് നരകിച്ച് മരിക്കണം. ശിവദാസൻ ജയിലിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജീവിച്ചിരുന്ന അയാളെ നമ്മൾ പേടിക്കണം. കമ്പനി ആവശ്യത്തിന് 4-5 വണ്ടികൾ ഇപ്പൊ തന്നെ ഉണ്ട്, ഡ്രൈവർമാരും. അതിനിടയിൽ ഏകദേശം 1.5 കോടി രൂപ ചെലവാക്കി ഒരു കാറ് വാങ്ങാന്നൊക്കെ പറഞ്ഞ അമ്മയെ അത് അനുവദിച്ചേരുമെന്ന് തോന്നുന്നില്ല. അർജുൻ സാർ, പണ്ട് കാലത്ത് ഒരാളുടെ സ്റ്റാറ്റസ് അളക്കുന്നതേ അയാളുടെ വീടും സ്വത്തും പദവിയും നോക്കിയിട്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം ഉപയോഗിക്കുന്ന കാറിന്റെ ബ്രാൻഡ് നോക്കിയിട്ടാ. ഇന്നത്തെ സ്റ്റാറ്റസിന് 1.5 കോടി രൂപയുടെ വണ്ടിയൊന്നും പോരാ. സത്യം പറഞ്ഞാൽ ലക്ഷ്മി, നീ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അമ്മ അറിയാതെ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കഷ്ടം തന്നെ. അർജുൻ സാർ, നിങ്ങൾക്കിപ്പോ 3 വയസ്സ്. അമ്മയോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആണുങ്ങളായ തീരുമാനം എടുക്കാൻ പഠിക്കണം. പെട്ടെന്നൊന്നും അത് മാറ്റാൻ പറ്റില്ല. മാറ്റണ്ട. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഈ ചുണ്ടിന്റെ മേലെ ഇരിക്കുന്ന മീശ വേണ്ട. അതങ്ങ് എടുത്തേക്ക്. ഇത് വല്ലാത്തൊരു പൊല്ലപ്പായല്ലോ. സ്നേഹനിധിയായ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ കിടന്ന് പെട്ടുപോകുന്ന ഞാനാ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പിക്കളയാനും വയ്യ. എന്താടോ ഇത്ര ആലോചന? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, ഇയാളെന്താ ഈ പുസ്തകമൊക്കെ ആയിട്ട്? അത് പറയാം. അതിനു മുൻപ് താനിപ്പോ എന്താണ് ആലോചിച്ചോണ്ടിരുന്നെന്ന് തന്റെ മുഖം നോക്കി ഞാൻ പറയട്ടെ. ഓഹോ, താൻ മുഖലക്ഷണവും പഠിച്ചിട്ടുണ്ടോ? എന്നാ പറ, ഞാൻ എന്താ ആലോചിച്ചോണ്ടിരുന്ന്? താനിപ്പോ ആലോചിച്ചോണ്ടിരുന്നത് അച്ഛനെ രക്ഷിക്കാൻ വന്ന ആ ഭഗവാൻ ആരായിരിക്കുമെന്നല്ലേ? താനതെങ്ങനെ മനസ്സിലാക്കി? പ്ലീസ് ഒന്ന് പറഞ്ഞാടോ. ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ തനിക്ക് ആ ഭഗവാൻ ആരാന്നും പറയാൻ പറ്റുമല്ലോ. ആരാ എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആള്? എനിക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ? ചിന്നു, ഇയാളിങ്ങനെ ഇമോഷണൽ ആവാതെ. ഞാനിപ്പോ തനിക്ക് പഠിക്കാനുള്ള പുസ്തകമായിട്ടാ വന്നിരിക്കുന്നത്. താൻ പഠിക്കാൻ പോകുന്നതേ 5 ഇയർ LLB ആണ്. LLB പഠിച്ചാൽ തന്നെ കാത്തിരിക്കുന്നത് വക്കീൽ കുപ്പായം മാത്രമല്ല, ഒരുപാട് അവസരങ്ങളാ. അത്യാവശ്യം തന്നെ പോലെ നാവിട്ടടിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണെങ്കിൽ ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് മേഖല, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങള്, കോർപ്പറേറ്റുകൾ, ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ തൊഴിൽ നേടാൻ പറ്റും. ഇത് മാത്രമല്ല, LLM കൂടി പാസ്സായാൽ തനിക്ക് അധ്യാപക ഫീൽഡിലും പോകാൻ പറ്റും. തന്റെ നാക്കിന്റെ നീളം വെച്ചാണെങ്കിൽ അതും തനിക്ക് ചേരും. ഏതായാലും താൻ ഒരു അധ്യാപകനാവാത്തത് നന്നായി. താൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് ഉറക്കം വന്നു. എന്ത് അറുപൂർവ്വം സംസാരോട് തന്റേത്. തനിക്ക് ഈ വളയം പിടിക്കുന്ന പരിപാടി തന്നെയാ നല്ലത്. അതാവുമ്പോ മാർക്കറ്റിലും ചന്തയിലും ഒക്കെ പോയി നാക്കിട്ടടിച്ച് മീനും വാങ്ങിച്ചോണ്ട് വന്നാ മതിയല്ലോ. പോരാത്തതിന് 3 നേരം ശാപ്പാടും കിട്ടും. താനിനി കുറച്ചു നേരം കൂടി LLB കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലേ സത്യത്തിൽ ഞാൻ വെറുത്തുപോയനെ. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ട് ഒരു വെറുപ്പിക്കല്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാലേ താൻ സത്യം പറയോ? തന്നെയും ഇവരാണോ LLB പഠിപ്പിച്ചേ? പിന്നല്ലാതെ. അതാണ് എനിക്കപ്പോഴേ തോന്നി. അല്ല, താനിവിടെ ചെറുതില് വന്നാണല്ലേ? ചെറുപ്പം എന്ന് പറയുമ്പോ ഇത്രയും അല്ലല്ല, ഇത്രയും. എന്നെ പെറ്റിട്ടത് ഇവിടെയാണെന്നങ്ങ് കൂട്ടിക്കോ. അതാ ഞാൻ ഇത്രയും നാളായിട്ട് ആലോചിച്ചോണ്ടിരുന്ന, ഒരു LLB കാരൻ എങ്ങനെയാ ഡ്രൈവറായിട്ട് വന്നേന്ന്. ഇപ്പൊ എനിക്കെല്ലാം ധാരണയായി. താനേ ആ പുസ്തകമൊക്കെ ഇങ്ങെടുത്തെ, അടുക്കളയിൽ ഒരുപാട് പണിയുള്ളതാ. എന്റെ അമ്മോ,
ഒരു പ്രസ്ഥാനം തന്നെ. ഹാച്ചി. തെക്ക് ദേശത്ത് നിന്നൊരു ശത്രു അവരുടെ തേരിൽ പുറപ്പെട്ടു കഴിഞ്ഞു. ആത്മാക്കളുടെ ശാപം ജീവനാപത്താണ്. എന്താ കുഞ്ഞോളെ, നീ വല്ല മഹാകാവ്യം എഴുതാൻ പോവുകയാണോ? അല്ല, ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു കൊടുത്തോണ്ട് ചോദിച്ചു പോയതാ. അല്ലെങ്കിലും ഒരു മഹാകാവ്യമൊക്കെ എഴുതേണ്ട കഥയുണ്ടല്ലോ ജീവിതത്തില്. അല്ല, ഈ മാംസപിണ്ഡങ്ങളൊക്കെ കഷണങ്ങളാക്കി ഭരണിയിൽ അടച്ചു വെച്ച കഥ മഹാഭാരതത്തിലാണോ രാമായണത്തിലാണോ? കുഞ്ഞോളെ, നീ ടി വിയിലേക്ക് ഒരു പരസ്യം കേട്ടിട്ടില്ലേ? ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലേക്ക് കാണിക്കുന്ന പരസ്യം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന്. അതെ, ശ്വാസകോശം മാത്രമല്ല, നമ്മുടെ മനസ്സും സ്പോഞ്ച് പോലെയാണ്. അതായത് കുഞ്ഞോളെ, ഈ സ്പോഞ്ച് എവിടെ മുക്കുന്നുവോ അതിന്റെ ഗുണം കിട്ടും. അതുപോലെ തന്നെ മനസ്സും. അത് നിരാശയിലാണ് മുങ്ങുന്നെങ്കിൽ നിരാശ തന്നെയാണ് ഫലം. ഭദ്രേട്ടാ, ആ ജോത്സ്യൻ അന്ന് നമ്മളോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ അണയാതെ കിടക്കുന്ന കനലായി എന്നെ അത് പൊള്ളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ദോഷങ്ങൾ മാറാനുള്ള പൂജകൾ ചെയ്യണം. അത് ചെയ്യാം. സമയദോഷത്തിന് പരിഹാരക്രിയകളൊക്കെ ഉണ്ടല്ലോ. ശാസ്ത്രവിധി പ്രകാരം അതൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാം. പക്ഷെ കുഞ്ഞോളെ, ഒരു പെണ്ണ് ഗൃഹപ്രവേശനം നടത്തി വന്നതിൻ്റെതാണ് ദോഷമെങ്കിൽ അതിന്റെ പരിഹാരം പൂജകളിലല്ല. പിന്നെ ആ ശകുനിപ്പിഴ പിടിച്ച ജന്മത്തെ കാട്ടി ഇറക്കി നല്ല ചാണകവെള്ളം തളിക്കണം. ഭദ്രേട്ട, അതേ കുഞ്ഞോളെ, ആ ഐശ്വര്യവിലത്തെ ലക്ഷ്മിയെ അടിച്ചിറക്കി ആ സ്ഥാനത്ത് രേവതി നക്ഷത്രത്തിൽ പിറന്ന ഐശ്വര്യമുള്ള എന്റെ മോളെ മരുമകളായി കൊണ്ടുവരണം. അതോടെ എല്ലാ ദോഷങ്ങളും വഴിമാറിപ്പിക്കുള്ളൂ. അതൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാം. എന്തു പറഞ്ഞാലും വഴിയെ ആലോചിക്കാം. ഏതാ വഴി? അതൊക്കെ പറയാം. ഇപ്പൊ എന്നെ അലട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു ദിവസം കൂടി കഴിഞ്ഞാ ശിവദാസൻ ഹോസ്പിറ്റലിൽ നിന്ന് വിടും. പിന്നെ ജയിലിലാവൻ. ശിവദാസൻ ജയിലിടിഞ്ഞാൽ പോലും പുറത്തേക്ക് വരരുതെന്നാണ് ഭദ്രന്റെ ആഗ്രഹം. അവൻ അതിനുള്ളിൽ കിടന്ന് നരകിച്ച് മരിക്കണം. ശിവദാസൻ ജയിലിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജീവിച്ചിരുന്ന അയാളെ നമ്മൾ പേടിക്കണം.